ദില്ലിയിൽ മണിപ്പൂർ സ്വദേശിനിയായ യുവതിക്ക് നേരെ ആക്രമണം. അശ്ലീല പരാമർശം ചോദ്യം ചെയ്തതിനാണ് ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ആക്രമിച്ചത്. യുവതിയെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസ് സ്ഥലത്തെത്തിയതോടെ ഓടി രക്ഷപ്പെട്ട യുവാക്കൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാണ്. വൈഎസ് അഭിനന്ദനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിനന്ദൻ, ഗുഡ് മോർണിംഗ് അഭിനന്ദ. ഡൽഹിയിൽ നിന്ന് വീണ്ടും ഒരു സ്ത്രീക്ക് നേരെ ആക്രമണം ഉണ്ടായി എന്നൊരു വാർത്ത വരുന്നു. മണിപ്പൂർ സ്വദേശിനിയാണോ ഇവര്? ഒരു കോടതി പരിസരത്താണോ ഈ സംഭവം നടന്നത്? എന്താണ് മനസ്സിലാക്കുന്നത് അഭിനന്ദൻ? ഡോക്ടർ അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. ഇന്നലെ വൈകുന്നേരം 5:30 സംഭവം ഉണ്ടായത്. ദില്ലി സാകേത് നഗർ കോടതി പരിസരത്ത് ഒരു പാർക്ക് സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ പാർക്കിലൂടെ ഈ യുവതി അവരുടെ സുഹൃത്തുക്കൾക്കൊപ്പം ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു. മണിപ്പൂർ സ്വദേശിയാണ് യുവതി. ഇവിടെ ജോലി ചെയ്ത് പഠിക്കുന്ന ഒരു യുവതിയാണ്. മണിപ്പൂരിൽ നിന്ന് ഏതാണ്ട് 2 വർഷമായി ദില്ലിയിൽ എത്തിയിട്ട് ഈ പാർക്കിലൂടെ ഇങ്ങനെ സുഹൃത്തിനൊപ്പം സഞ്ചരിക്കുന്നു. ആ സമയത്താണ് യുവാക്കളുടെ ഒരു സംഘം, ബൈക്കിലായിരുന്നു ഇവർ എത്തിയത്. 2 പേരുണ്ടായിരുന്നു. പിന്നീട് 3 പേർ അവിടേക്ക് എത്തുന്നു. അതിനുശേഷം ലൈംഗിക ചുവയോടുകൂടി അശ്ലീലമായിട്ടുള്ള പരാമർശം യുവതിക്ക് നേരെ നടത്തുന്നു. ഈ 2 പേരുണ്ടായിരുന്നു. അതിനകത്ത് ഒരു യുവതി ഈ യുവാവിന് നേരെ ഇത്തരത്തിലേക്ക് എന്തിനാണ് തങ്ങൾക്ക് നേരെ ഇത്തരം കമന്റുകൾ അടിക്കുന്നതെന്ന് ചോദിക്കുന്നു. അതിനുശേഷമാണ് ഈ ഉന്നയിച്ചു എന്ന പേരിൽ മണിപ്പൂരിൽ നിന്നാണ് നീ എത്തിയത് എന്നൊക്കെ ചോദിച്ചു. നീ എന്തിനാണ് ഇവിടെ എത്തിയത്? ദില്ലി പോലെ രാജ്യതലസ്ഥാനത്ത് മണിപ്പൂരിൽ നിന്നുള്ള ഒരാൾക്ക് എന്താണ് കാര്യമെന്നടക്കമുള്ള ചില കമന്റുകൾ ആ യുവാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അങ്ങനെ പിന്നീട് വാക്കുതർക്കം മൂർച്ഛിക്കുന്നു. ഒടുവിൽ അത് കയ്യാങ്കളിയിലേക്ക് എത്തുന്നു. യുവതിയുടെ ഈ ചെവിയുടെ ഭാഗത്ത് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഉടൻ തന്നെ PCR വിവരമറിയിക്കുന്നു. കൺട്രോൾ റൂമിൽ നിന്ന് പോലീസ് എത്തിയപ്പോഴേക്കും ഈ പോലീസ് വരുന്നത് കണ്ട് ദൂരെ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള യുവാക്കൾ അവിടെ നിന്ന് ബൈക്കിലെത്തി ബൈക്കും കൊണ്ട് അവിടെ നിന്ന് മടങ്ങുകയായിരുന്നു. എന്തായാലും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള സമഗ്രമായ അന്വേഷണം ഇപ്പോൾ ദില്ലി പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. മണിപ്പൂർ സ്വദേശിയായിട്ടുള്ള യുവതി ഇപ്പോൾ ആശുപത്രിയിൽ തുടരുകയാണ്. പരിക്കാൽ അത്ര ഗുരുതരമല്ല എന്നാണ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അഭിനന്ദാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് ദില്ലിയിൽ മാത്രമല്ല കേട്ടോ, നമ്മുടെയൊക്കെ നാട്ടിൻപുറങ്ങളിൽ പണ്ടുണ്ടായിരുന്നതാണ്. ഈ കമന്റടിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ടാവും. സ്കൂളിലും കോളേജിലും ഒന്നും പരൽ കോളേജിലും ഒന്നും പണ്ട് പെൺകുട്ടികൾക്ക് നടന്നു പോകാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില കലങ്കമേലൊക്കെ ചില വിദ്വാന്മാർ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് കമന്റടിക്കും എന്നുള്ള നോട്ടമൊക്കെ വെച്ച്. ഇതൊക്കെയായിരുന്നു പണ്ടൊരു കാലത്തുണ്ടായിരുന്നത്. പക്ഷേ അതൊക്കെ ഇപ്പോൾ പോയി. പുതിയ തലമുറയിലെ പിള്ളേർക്കൊന്നും ഒന്നതിന് സമയവും ഇല്ല. മാത്രമല്ല അവർ കുറച്ചുകൂടി ഈ ഇത്തരം കാര്യങ്ങളിൽ വിശാലമായിട്ടുള്ള മനസ്സുള്ളവരെയാണ്. അവർ ഒരു പെൺകുട്ടിയുടെ ഇൻഡിവിജ്വാലിറ്റിയെ, ആ വ്യക്തിത്വത്തെ അംഗീകരിക്കുന്ന മനുഷ്യർ കൂടിയാണ് പുതിയ തലമുറയിലെ പിള്ളേരെന്ന് തോന്നാറുണ്ട്. അതൊക്കെ പഴയ കാലത്ത് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ. പക്ഷെ അപ്പോഴും വീട്ടിൽ വന്ന് എന്തെങ്കിലും ഈ മറ്റുള്ളവരെ കമന്റ് അടിച്ചിട്ട് ഒന്ന് കരഞ്ഞു പറയുന്ന പെൺകുട്ടികളെ ആ വീട്ടിലുള്ളവർ പലപ്പോഴും പിന്തുണയ്ക്കാറില്ല. നീ അങ്ങനെ വസ്ത്രമൊക്കെ ധരിച്ച് പോയോണ്ടായിരിക്കും നാട്ടിൽ കമന്റ് അടിച്ച്, വേറെ ആൾക്കാർ ഒന്നും കമന്റ് അടിക്കുന്നില്ലല്ലോ എന്ന ഡയലോഗൊക്കെ തള്ളുന്ന അമ്മാവന്മാരൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. ആ കാലം നമ്മുടെ നാട്ടിൽ നിന്ന് പോയി. പക്ഷേ ദില്ലിയിൽ അതാണ് സംഭവിച്ചത്.